എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ലൂസിയുടെ ഒരു പ്രേക്ഷകൻ അയച്ചു തന്ന ഒരു വീഡിയോയ്ക്ക് ഒരു റെസ്പോൺസ് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. പുള്ളി അയച്ചു തന്ന വീഡിയോ ഇതാണ്. എനിക്ക് കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് വീഡിയോ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല, പകരം ഞാൻ ഇതിനകത്ത് കാണിക്കാൻ ശ്രമിക്കാം. ആദ്യം ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. In the morning, and your own saliva, the one which is in the morning, actually has the ability to, dry out your and work on your. I mean, this sounds a bit gross, but it actually does work. What? Saliva can help you get spotless skin and get rid of pimples? I mean, how? Yes, saliva can actually help you get rid of those pimples, those blemishes, and achieve spotless skin. Why? Because saliva has an enzyme called lysozyme, which has the properties of healing, and it repairs the tissue like this. It's antibacterial and balances the pH of your skin. That helps you get rid of blemishes. Not just that, it can also heal the minor cuts, and it repairs the skin faster than any cream or medication you can apply. And your own cell. ഇപ്പോൾ നിങ്ങൾ കേട്ടത് തമന്ന ഭാട്ടിയ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള സിനിമാ നടി സ്വന്തം മുഖത്തുള്ള മുഖക്കുരു മാറാനായിട്ട് ഉപയോഗിക്കുന്നത് രാവിലെ എണീക്കുമ്പോഴുള്ള സലൈവ അല്ലെങ്കിൽ തുപ്പലാണ് എന്നാണ് പറയുന്നത്. ആ വീഡിയോയെ എടുത്ത് അതൊരു ഇൻ്റർവ്യൂവിന് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അതേ വീഡിയോ തന്നെ എടുത്തതിന് ശേഷം മറ്റൊരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ തമന്ന ഭാട്ടിയ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയായി പറയുന്നത് അതിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വാലിഡിറ്റി കൊടുക്കാനാണ്. ലൈസോസൈം എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. ആ എൻസൈമിന് ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മൂക്കൊരു മാറ്റാൻ മാത്രമല്ല മുഖത്തുള്ള ചെറിയ മുറിവുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഒരു സ്പോട്ട്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സ്കിൻ തരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലെയിമിനകത്ത് എന്തെല്ലാം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് പരിശോധിക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശരിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ലൈസോസൈമിൻ്റെ കാര്യം പറഞ്ഞത്, ലൈസോസൈമിന് വേറെ എന്തോ ആണ് അവർ പറഞ്ഞത്. എനിവേ, ലൈസോസൈമിനകത്ത് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്നൊക്കെ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സലൈവ എന്നുള്ളതാണ്. നമ്മുടെ വായിൽ ഒരു ആഹാരം ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ദഹിപ്പിക്കാൻ കഴിവുള്ള ഒരു വസ്തു തന്നെയാണ് സലൈവ എന്ന് പറയുന്നത്. അതിനകത്ത് ദഹിപ്പിക്കാൻ പറ്റിയ പല എൻസൈംസ് ഉണ്ട്. ഇപ്പോൾ അമൈലൈസ് അല്ലെങ്കിൽ ലിപ്പേസ്. അമൈലൈസ് എന്ന് പറയുന്നത് ബേസിക്കലി സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു എൻസൈമാണ്. അതുപോലെ ലിപ്പിഡ്സ് അല്ലെങ്കിൽ കൊഴുപ്പ് ഫാറ്റിനെ ചെയ്യാനുള്ളതാണ് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം. ഇതല്ലാതെ തന്നെ അതിൽ ചില ആൻറ്റി മൈക്രോബിയൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ് ഈ ലൈസോസൈം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇതല്ലാതെ തന്നെ ലാക്ടോഫെറിൻ പോലെയുള്ള ചില എൻസൈമുകളും ആൻറ്റി മൈക്രോബിയൽ എഫക്ട്സ് കാണിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ചില പഠനങ്ങൾ കാണിക്കുന്നത് വായ്ക്കകത്തുള്ള മുറിവുകൾ അല്ലെങ്കിൽ അൾസേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ലാക്ടോഫെറിനും അതുപോലെ ലൈസോസൈമും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള ചില പഠനങ്ങളുമുണ്ട്. അതല്ല, പലതും ലാബിൽ നടന്നിട്ടുള്ള ഇൻവിട്രോ പഠനങ്ങളാണ്. ഇനി എന്താണ് മുഖക്കുരു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. മൂക്കുരു അല്ലെങ്കിൽ ആക്നെ എന്ന് പറയുന്നത് എന്താണ്? ആക്നെ എന്ന് പറയുന്നത് സ്കിന്നിനകത്ത് നമ്മൾ അറിയാം, സ്കിന്നിനകത്ത് ഒരു ഓയിലി സെക്രീഷൻ ഉണ്ട് അല്ലെങ്കിൽ സീബം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സീബം ഉണ്ടാക്കുന്ന ആ ദ്വാരങ്ങൾ അല്ലെങ്കിൽ പോറുകൾ അതിനകത്ത് ഡെഡ് സ്കിൻ സെൽസോ അങ്ങനെ മറ്റെന്തെങ്കിലും വന്ന് അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് ബാക്ടീരിയയ്ക്ക് വളരാൻ അനുയോജ്യമായ ഒരു ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ പ്രോപ്പിയോണി ആക്നസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോപ്പിയോണി ബാക്ടീരിയം ആക്നസ് എന്ന് പറയുന്ന ആക്നെ ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ള ആ ഒരു ബാക്ടീരിയ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുകയും ആ സ്കിന്നിൽ ഈ ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നമുക്ക് ശോഥവീക്കം എന്നോ മലയാളത്തിൽ എന്താണ് എക്സാക്ട്ലി പറയുന്നത് എനിക്കറിയില്ല, എന്തായാലും വീക്കം, അവിടെ വീങ്ങി ചുമന്ന് വരുന്ന ആ ഒരു സംഗതിയാണ്, ആ ഇൻഫ്ലമേഷനാണ് നമ്മൾ മൂക്കുരു അല്ലെങ്കിൽ ആക്നെ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് തടയാനായിട്ട് സാധാരണ ചെയ്യുന്ന എന്താണ്? ഒന്ന്, ആ സ്കിന്നിലെ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കുകയോ സോപ്പോ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് കഴുകുകയോ, അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള എന്തെങ്കിലും വസ്തു എടുക്കുകയൊക്കെയാണ് ചെയ്യാറ്. ഇവരുടെ ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സലൈവ. ഈ രാവിലത്തെ സലൈവ ആകുമ്പോൾ മനസ്സിലാക്കണം, ഇപ്പം വായിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഉമിനീരിനകത്ത് വെള്ളവും ഇതുപോലെയുള്ള പല എൻസൈംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാര്യം വായിൽ വയ്ക്കുമ്പോൾ തന്നെ ദഹനം തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ടുള്ള എൻസൈം അതിനകത്തുണ്ട്. മാത്രമല്ല പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ചില എൻസൈംസ് ഉണ്ട്. ഇപ്പോൾ അമിലൈസും അതുപോലെ ലിപ്പേസും പോലെയുള്ളതൊക്കെ അത് വയറ്റിനകത്തേക്ക് ചെല്ലുമ്പോൾ പാൻക്രിയാസിൽ നിന്നുള്ള സെക്രീഷൻ കൊണ്ടും ആഹാരം ദഹിച്ചു തുടങ്ങും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് സലൈവയിലും ഈ പറയുന്ന കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ കുറച്ച് വെള്ളം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് മോർണിംഗ് സലൈവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വായിലുള്ള സലൈവയുടെ സെക്രീഷൻ വളരെ കുറവായിരിക്കും. അതാണ്
ഉറങ്ങി എണീക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ടിരിക്കുകയായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ലൈസോസൈമും അതുപോലെ ലാക്ടോഫെറൻസും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ബാക്ടീരിയ പ്രോളിഫറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വായിൽ രാവിലെ ഉള്ളതിന് ദുർഗന്ധം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എടുത്താണ് അവിടെ തേക്കുക എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുണ്ടോ എന്ന് വെച്ചാൽ ഇന്ന് വരെ ഒരു പഠനത്തിൽ പോലും ആക്നെയ്ക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് സലൈവ ഉപയോഗിക്കാമെന്ന് ഈവൻ ഇൻവിട്രോ ആയിട്ട് പോലും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആക്നെയ്ക്ക് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കാമെന്നുള്ളത്. എന്നാൽ പല പഠനങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ ലൈസോസൈം എന്ന് പറഞ്ഞ എൻസൈം എങ്ങനെയാണ് ആൻറ്റി ബാക്ടീരിയലായിട്ട് വർക്ക് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ പഠനങ്ങളിലൊന്നും കണ്ടത് ആക്നെയ്ക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇതിന് സപ്പോർട്ടിങ് എവിഡൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് വായ്ക്കകത്താണ്. ഇതിന് മാത്രമല്ല, കണ്ണീരിനകത്തും അതുപോലെ ഇപ്പം ലാക്ടോഫെറിനാണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിനകത്ത്, ഈവൻ സീമനകത്ത്, വജൈനൽ ഡിസ്ചാർജിനകത്ത്, ഇതുപോലെയുള്ള പല സ്ഥലത്തും ഈ കാണുന്ന ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയുള്ള പല സ്രവങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതൊന്നും ആ ഭാഗത്തല്ലാതെ മറ്റൊരു സ്ഥലത്തെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്നുള്ളതായിട്ടില്ല. ഇത് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ തുപ്പൽ ചികിത്സ മാത്രമല്ല ഇതിനകത്തുള്ളത്. സീമൻ ഉപയോഗിച്ച് ശരീരത്തിൽ തേച്ചിട്ട് ഇത് മാറുമെന്ന് പറയുന്നവരുണ്ട്. ഈ മ്യൂക്കോസൽ ആയിട്ടുള്ള, അതായത് നേസൽ മ്യൂക്കോസ വഴിയും അല്ലെങ്കിൽ മൂക്കള എന്ന് നമ്മൾ പറയുന്ന സാധനത്തിനകത്തും ഈ പറഞ്ഞ ആൻറ്റി ബാക്ടീരിയൽ സാധനം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് തേച്ച് കഴിഞ്ഞാലൊന്നും ഒരിക്കലും പുറത്തുള്ള ആക്നെ മാറുന്നതായിട്ട് തെളിവില്ല. ഇതൊക്കെ ഒരു നാട്ടിൽ പണ്ട് മുതലേ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഈ കണ്ണിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മുലപ്പാൽ പിഴിഞ്ഞൊഴിക്കുക, അല്ലെങ്കിൽ നന്ദിയാർ വട്ടത്തിൻ്റെ പൂ എടുത്ത് വയ്ക്കുക, ഇതൊന്നും അല്ലെങ്കിൽ കണ്ണിൽ എന്തെങ്കിലും കൊണ്ടു കഴിഞ്ഞാൽ തുപ്പൽ തൊട്ട് വയ്ക്കുക. ഇത് പണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയാത്ത കാലത്ത് എന്തെങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടി ആളുകൾ ചെയ്തു വന്നിരുന്ന ഒരു കാര്യമൊന്നും അല്ലാതെ ഇതൊന്നും ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതിന് യാതൊരു തെളിവില്ല. ഇനി 2021 ഒരു പഠനത്തിനകത്ത് കണ്ടിട്ടുള്ളത് വായ്ക്കകത്ത് തന്നെയുള്ള ചില ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കാരണം നമുക്ക് വേണമെന്നുണ്ട് ആക്നെയ്ക്ക് ഒരു ട്രീറ്റ്മെൻ്റ് എന്നല്ല, ആക്നെ ഉണ്ടാക്കാനുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേറ്ററി മാർക്കറായിട്ട് സലൈവയിൽ നിന്ന്, അതായത് ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് ഉപയോഗിക്കാം എന്നൊരു പഠനമുണ്ട്. ഇനി മറ്റ് ചില പഠനങ്ങൾ കാണിക്കുന്നത് ഇപ്പോൾ 2019 അതുപോലെ തന്നെ 2008 നടന്ന ചില പഠനങ്ങൾ കാണിക്കുന്നത് ഈ ഹിസ്റ്റാറ്റിൻസ്, ഒന്നുകിൽ ഹിസ്റ്റാറ്റിൻസ് അല്ലെങ്കിൽ ഹിസ്റ്റാറ്റിൻസ് പോലെയുള്ള ചില പെപ്റ്റൈഡ്സിനെയൊക്കെ അതായത് ഈ കോശങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുക, പ്രോളിഫറേറ്റ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ സെൽ മൈഗ്രേഷൻ ഒക്കെ നടത്താനായിട്ടുള്ള ഒരു കഴിവുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പക്ഷേ വായ്ക്കകത്ത് തന്നെ നടത്താനുള്ള കഴിവാണ്, അല്ലാതെ പുറത്ത് ടോപ്പിക്കലായിട്ട് നമ്മൾ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മോക്കുരു പോകുന്നു എന്നുള്ളതിനുള്ള തെളിവല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊരു മിസ്ഇൻഫർമേഷൻ മാത്രമാണ്. ഇതിനകത്ത് ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നതൊക്കെ ഇതുപോലെയുള്ള സെലിബ്രിറ്റീസിനെയും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഫ്ലുവൻസേഴ്സിനെയാണ്. ഈ ഹെൽത്ത് ഇൻഫ്ലുവൻസറിൻ്റെ സ്കിൻ എന്താണ് ഇത്ര ഫ്ലോലെസ് ആയിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗതി സിമ്പിളാണ്. അവർ തുപ്പൽ തേച്ചിട്ടല്ല, ഒന്നുകിൽ അവർ മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. മറ്റൊരു കാര്യം, അവർക്ക് ജനറ്റിക് ആയിട്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് എന്നുള്ളതാണ്. അവരുടെ ശരീരം പിമ്പിൾസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ആക്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഇല്ലാത്ത സ്കിന്നാണെന്നുള്ളതാണ്. ഇനി ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് എന്തുകൊണ്ടാണ് ഇത്ര ഫെയർ സ്കിൻ ആൻഡ് ഫ്ലോലെസ് ആയിട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിനകത്തുള്ള ഫിൽറ്റേഴ്സ് ആണെന്നുള്ളതാണ്. പലതും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത് വെറും ഫിൽറ്റേഴ്സ് ആണ്, അല്ലാതെ അവർക്ക് അങ്ങനെ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു സ്കിൻ ഇല്ല എന്നുള്ളത്. ഈ തമന്ന ഭാട്ടിയ ആയാലും മറ്റാരായാലും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ ആളുകൾ തെളിവുള്ള കൃത്യമായി നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറ്റുന്ന ചികിത്സകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് നേരെ പോകുന്നത് ഇതുപോലെയുള്ള തുപ്പൽ ചികിത്സ, അല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ കൊല്ലം മുരളി പറഞ്ഞുകൊണ്ട് നടന്നതുപോലെ, കൊല്ലം തുളസി പറഞ്ഞുകൊണ്ട് നടന്നതുപോലെയുള്ള മൂത്ര ചികിത്സ, ഇതുപോലെയുള്ള ചികിത്സകളിലേക്കൊക്കെ പോകുന്നത് ഒരു വളരെ ഷോർട്ട് കട്ടാണ്. സെലിബ്രിറ്റീസ് പറയുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാവും, കൂടുതൽ ആളുകൾ കാണും, കുറേ ആളുകളെങ്കിലും ഇത് പരീക്ഷ പോകും, ഇതൊക്കെ വർക്ക് ചെയ്യുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അപ്പോൾ ഇതുപോലെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതാണ്. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള എല്ലാ പഠനങ്ങളുടെ ലിങ്കും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇതൊക്കെ ഇൻവിട്രോ ആയിട്ട് ഇൻവൈവോ ആയിട്ടൊക്കെ നടന്ന പഠനങ്ങൾ പോലും, അല്ലെങ്കിൽ ലാബ് കണ്ടീഷൻസിൽ നടന്നിട്ട് ഈ അൾട്രാസൗണ്ടൊക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസത്തിനെ പറ്റിയും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ലൈസോസൈം മാത്രം ഉപയോഗിച്ചിട്ട് അൾട്രാസൗണ്ടും കൂടെ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ക്ലിനിക്കൽ കണ്ടീഷൻസിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ തുപ്പൽ കൊണ്ട് ആക്നെ ചികിത്സിക്കുന്ന പരിപാടി ഒരിടത്തും ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും പലരും പരീക്ഷ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ടാണ് ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇടയ്ക്ക് ഒരാൾ ചോദിച്ചായിരുന്നു, നിങ്ങൾ പറയുമ്പോൾ എല്ലാത്തരം ശാസ്ത്രങ്ങളും
കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിക്കാത്ത എന്താണ്, ശാസ്ത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല ഈ ചാനലിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. ശാസ്ത്രം അറിയേണ്ടത്, ഇപ്പോൾ ഒരു മിസ്ഇൻഫർമേഷനെ ഡീബങ്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശാസ്ത്രം അതിൻ്റെ ബേസിക്സ് മാത്രമേ ഇവിടെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊരു ക്ലാസ് പോലെ എല്ലാ ശാസ്ത്രങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുക എന്നുള്ളതല്ല പ്രധാന ഉദ്ദേശം. നമ്മുടെ സമൂഹത്തിലുള്ള മിക്ക മതേതര അന്ധവിശ്വാസങ്ങളുടെ കാര്യവും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് അവിടെ നമുക്കറിയാവുന്ന ശാസ്ത്രം അപ്ലൈ ചെയ്യാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ചാനലിൽ സംസാരിക്കുന്നത് മനസ്സിലാക്കുക. തുപ്പൽ തൊട്ട് തേച്ചുള്ള പരിപാടികൾക്കൊന്നും പോകാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും കൂടെ നടത്താനുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 12-ാം തീയതി കോഴിക്കോട് സ്വപ്നനഗരിയിൽ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന സ്വപ്നനഗരിയിൽ ഒരു വലിയൊരു സമ്മേളനം നടക്കുന്നുണ്ട്. ഏതാണ്ട് 10,000-10,000 പേര് വരുന്ന ഒരു സമ്മേളനമാണ്. ശാസ്ത്രം, സ്വാതന്ത്ര്യം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് ഇതുപോലെയുള്ള പല ശാസ്ത്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ടാവും. അവിടെ ഡോക്ടേഴ്സിൻ്റെ ഒരു പാനലുണ്ട്, അതുപോലെ പരിണാമം സംസാരിക്കുന്ന പാനലുണ്ട്, കോസ്മോളജി അല്ലെങ്കിൽ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ച് സംസാരിക്കുന്ന പാനലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കുമായിട്ടൊരു പബ്ലിക് ഇൻട്രാക്ഷൻ പരിപാടി തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നിട്ട് ആ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ലിറ്റ്മസ് എന്നാണ് പേര്. എസൻസ് ഗ്ലോബൽ നടത്തുന്ന ഒരു വലിയൊരു മഹാസമ്മേളനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.